ഐ നോ ദ റേറ്റ് ഇസ് ടു ഹൈ. അവരത് വെച്ചിരിക്കുന്നത് അത്തരം ആൾക്കാർ മാത്രം വന്നാൽ മതി എന്നുള്ളതുകൊണ്ട് അവർക്കും അറിയാം ഇതിൻ്റെ റേറ്റ് ഇത്ര ഇല്ല. കാരണം ഒരു കോഫിയും മിൽക്കും ഷുഗറുമാണ് അതിലുള്ളത്. ഒരു വലിയ മൂർഖം പാമ്പിനെ തോളിലിട്ടും പെട്ടിയിലാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ വെക്കാൻ നോക്കും. അയാൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും 2 തവണ കണ്ടിട്ട് 3rd ടൈം യാത്ര. അപ്പോൾ അയാൾക്ക് ഗിന്നസ് റെക്കോർഡ് ഉണ്ട്. അഗർത്തയുടെ വിശേഷങ്ങൾ ഈ ഒരു രൂപത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം അഗർത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവനെ തേടിയിട്ടുള്ളൊരു യാത്രയാണ് എന്ന് പറയും. പലപ്പോഴും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു 100 പുസ്തകം വായിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു യാത്ര ചെയ്യുക എന്നുള്ളതാണ്. യാത്ര എന്ന് പറയുന്നത് ഈ രൂപത്തിൽ മനുഷ്യനെ കുറേ കൂടി എന്താ പറയുക, മെൻ്റലി അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി മെച്ചുവേർഡ് ആക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും പോയിന്റിൽ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് എനിക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തായിരിക്കും എന്തെങ്കിലും ഒരു പർപ്പസ്. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത് എൻ്റെ ലൈഫിനെ കൊണ്ട് ദൈവത്തിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു പർപ്പസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കാനുണ്ടാവും. അല്ലാതെ ഇപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തോ വൺ ഓഫ് ഹിസ് ഫേവറേറ്റ്സ് ആയതുകൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ തരുന്നതും ഞാൻ ആസ്വദിക്കുന്ന ഈ ജീവിതം എനിക്ക് കിട്ടിയതൊക്കെ അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ കൂടിയാണ് ഈ സന്തോഷവും ഇതൊക്കെ. ഒരു നാളെ സന്തോഷം വരും, അത് അപ്പോൾ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉള്ളിൽ നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ യാത്രകളാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ ഡിറ്റാച്ച്ഡ് ഫ്രം ദ വേൾഡ്. ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ആ യാത്ര എന്ന അനുഭൂതിയിൽ ഇങ്ങനെ ലയിച്ചിട്ടാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ എന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്നെ ബാധിക്കാറില്ല. ഞാൻ ആ ഒരു പരിസരവും ആ പ്രദേശവും അവിടുത്തെ മനുഷ്യന്മാരും അവരുടെ കൾച്ചറും അവരുടെ റിച്വൽസും ഇതൊക്കെ നോക്കി കണ്ടിട്ട് ഇങ്ങനെ പോവുക ചെയ്യുക. അപ്പം ഞാനിങ്ങനെ സങ്കല്പിക്കും ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരാളായിരുന്നെങ്കിലോ. അപ്പോൾ വളരെ വിയേർഡായിട്ടുള്ള റിച്വൽസൊക്കെ ഞാൻ പോകുമ്പോൾ കാണാൻ പറ്റും അവിടെ. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഈ ഭാഗത്ത് ജനിച്ച ഒരാളായിരുന്നെങ്കിൽ, ഈ മതത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ ഞാനും അത് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇവിടുന്ന് നമ്മളിങ്ങനെ റീൽസിൽ കാണുമ്പോൾ ചൈനക്കാർ പാമ്പിനെ തിന്നുന്നതും തേളിനെ തിന്നതും കാണുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ഫീൽ വരുന്നുണ്ട്. അതേ ഫീല് നമ്മളവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മളവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് തോന്നൂല. ഇതേ സാധനം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ബ്രാഹ്മിൻസ് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്. ഇതേ പാമ്പിനെ തിന്നുന്ന പോലെ ആയിരിക്കും ഇവർക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. അത് ഓരോ നമ്മളും ആ ഒരു എന്താ പറയുക, നമ്മൾ അവരുടെ ആ ഷൂസിൽ കയറി നിൽക്കുമ്പോഴേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഏതെങ്കിലും ഒരു റിച്വൽ കണ്ടിട്ട് ഒരു വാവ് ഫാക്ടർ അടിച്ചു തന്നിട്ടുണ്ട്? ഒരുപാട് അത് എസ്പെഷ്യലി ഹിന്ദു കൾച്ചറിലൊക്കെ ഉള്ള ഇതൊക്കെയാണ് ഭയങ്കരമായിട്ട് സ്ട്രക്ക്. അതായത് നാഗപഞ്ചമിക്ക് ബീഹാറിലായിരുന്നു ഞാൻ നാഗപഞ്ചമിൻ്റെ സമയത്ത്. അപ്പോൾ ട്രെയിനിൽ കയറിയ സമയത്ത് ഈ ട്രെയിൻ നിറച്ചും പാമ്പുകളായിട്ട് ആൾക്കാർ കയറി വരിക. വലിയ മൂർഖം പാമ്പിനെ തോളിലിട്ടും പെട്ടിയിലാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ വെക്കാൻ നോക്കും. നമ്മൾ ഉരുകി അങ്ങ് ചേരനെ കണ്ടാൽ തന്നെ ബോധം പോകും നമുക്ക്. അപ്പോൾ ഈ പാമ്പിനെ കൊണ്ടുവന്നിട്ട് പൈസ തരാൻ പറയൂ, ഇല്ലെങ്കിൽ കൊത്തുന്നൊക്കെ പറയും. കാരണം അത്രയും റൂറൽ ഏരിയയുള്ള മനുഷ്യന്മാരാണ്. അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് പൈസ ഒക്കെ കൊടുക്കും. ഇനി അത് വിഷമുള്ളതാണ്, വിഷപ്പാമ്പ് എന്തായാലും ആ പാമ്പിനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു നാഗപഞ്ചമി സമയത്ത് അവർ ഈ റോഡിലൂടെ പ്രൊസഷൻ പോകും, എല്ലാവരുടെ കയ്യിലും പാമ്പുണ്ടാവും. ആ പാമ്പിനെ തോളിലിട്ടും കടിച്ചും ഉമ്മ വെച്ചോട്ടൊക്കെ അവരിങ്ങനെ നടന്നു പോകും. അപ്പോൾ ഇതൊക്കെ കേരളത്തിലുള്ള ഒരാളെ സംബന്ധിച്ച്, ഇവിടുത്തെ ഒരു ഹിന്ദു പോലും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സാധനമാണത്. ഇവിടുത്തെ ഹിന്ദുയിസം ആൻഡ് നോർത്തിലെ ഹിന്ദുയിസം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി ബോധവും വിവരങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേരളം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. എല്ലാ മതക്കാർക്കും ആ ഒരു ഇതുണ്ട്, ബ്രോഡ് വിഷൻ ഉണ്ട്. അവിടെ ഒരു പാമ്പിനെ കാണുമ്പോഴേക്കും അവരെല്ലാവരും ഹര ഹർ മഹാദേവ് എന്നാണ് പറയുക. ഒരു പശുവിനെ കാണുമ്പോഴേക്കും എല്ലാവരും പോയിട്ട് കുമ്പിടുക. പക്ഷെ ഇവിടുത്തെ കേരളത്തിലുള്ള ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തു. ഏതൊരു ഇതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് പുസ്തകത്തിൽ തന്നെ തോന്നുന്നു കാശിയിൽ ഒരു പശുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം പശുക്കൾക്ക് എത്രമാത്രം ഗോശാലകൾ അവിടെ കെട്ടിക്കൊടുക്കുന്നുണ്ടെന്ന് അറിയോ. അവർക്ക് ഈ തളികകളിൽ പഴം അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ താലത്തിൽ വെച്ചു കൊടുക്കുക ചെയ്യുക. എന്നിട്ട് പട്ടൊക്കെ സമർപ്പിക്കും. അതേ കാശിയിൽ തന്നെ മനുഷ്യന്മാരിങ്ങനെ പുഴുക്കളെ പോലെ ദ്രവിച്ച് തീരുന്നുണ്ട് ആ വഴിയോരത്തൂടെ. അവരൊന്നും ആരും തിരിഞ്ഞു നോക്കൂല. അപ്പോൾ ആ ഒരു പാരഡോക്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നം എൻ്റെ മതമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇന്ത്യയിൽ മിക്കവാറും റിലീജിയസ് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി വേഴ്സസ് ഇന്ത്യൻ റിലീജിയൻ ഈ ഒരു സാധനത്തിനെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ?
സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. Different ആണ്. ഇപ്പം എല്ലാവരും വിചാരിക്കുക നിങ്ങൾ ഭയങ്കര സ്പിരിച്വലാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ആ മതത്തിൽ പെട്ട അവരുടെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളെന്നാണ് വിചാരിക്കുന്നത് സ്പിരിച്വാലിറ്റി. പക്ഷേ വെസ്റ്റേണേഴ്സിനൊക്കെ അത് നന്നായിട്ട് അറിയാം. വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ദേ കോൾ ഇറ്റ് സ്പിരിച്വൽ. അവർ അതിന് റിലീജിയൻ എന്നല്ല പറയുക, സ്പിരിച്വൽ. അവർ പിന്നെ ആ ഒരു എനർജി അതിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ യോഗ ചെയ്യും, മെഡിറ്റേറ്റ് ചെയ്യും, എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഞാനത് ചോദിക്കാനുണ്ടായ ഒരു കാരണം കൂടി അതാണ്. അതായത് ഇപ്പം ചില ബുക്കുകളിലൊക്കെ ഇപ്പം മിലരേബ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിൽ ഇങ്ങനെ ഒരു യോഗിയുടെ കഥ പറയുമ്പോൾ ആള് സ്പിരിച്വലായിട്ട് കൂടുതൽ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവാൻ വേണ്ടിയിട്ട് ആള് നാട് വിട്ട് വരുന്നത് ഇന്ത്യയിലേക്കാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഇപ്പം ടൂറിസ്റ്റുകളായിട്ട് കുറേ ആളുകൾ ഇന്ത്യ തെരഞ്ഞു വരുന്നത് കാണാൻ പറ്റും, ഹിമാലയം തെരഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അപ്പം ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സംതിങ് പ്രഷ്യസ് ആണ്. പക്ഷേ അതേസമയം ഇന്ത്യൻ റിലീജിയൻ സാധനങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അതായത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് മോർ കണക്റ്റഡ് വിത്ത് നേച്ചർ. അതാണ് പ്രകൃതിയുമായിട്ടുള്ള പിന്നെ ചേർന്ന് ജീവിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി. ഹിമാലയത്തിലാണെങ്കിലും ഈ നദീ തടങ്ങളിലൊക്കെ ആണെങ്കിലും ആ ഒരു എലമെൻ്റ് ഉണ്ട്, ക്ലോസ് ടു നേച്ചർ എന്നുള്ള. അപ്പോൾ ഈ നേച്ചറിനൊരു ഹീലിംഗ് പവർ ഉണ്ടല്ലോ, അതുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിലാക്സേഷൻ. നമ്മളിവിടെ ഈ മഡ് തെറാപ്പി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ പൈസ കൊടുത്തിട്ട്, അതേ സാധനം തന്നെ ഇതിനൊന്നും പൈസൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ആൾക്കാർ അവരുടെ എല്ലാ വിഷമങ്ങളും സ്ട്രെസ്സും ഇറക്കി വെച്ചിട്ട് ദേ ആർ ലിവിങ് വിത്ത് ദ നേച്ചർ. അപ്പോൾ ആ സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ്. കാരണം ഞാൻ കണ്ട് അത്ഭുതപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരിക്കൽ ബോംബെയിൽ വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹാരി എന്നാണ്, ഗ്രീസിലുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ഇതിലിങ്ങനെ കണ്ടു, സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു ഞാൻ ട്രാവലറാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓ മൈ ഗോഡ് റിയലി, അയാൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ അയാൾക്കൊരു 65-70 ഇയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അയാൾ പറഞ്ഞു ഓ ഇത്രയും യങ്ങായിട്ട് ഇത്രയും ട്രാവൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെയാണ്? അപ്പോൾ അയാൾ പറയുകയാണ് അയാൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും 2 തവണ കണ്ടിട്ട് 3rd ടൈം യാത്ര. അപ്പോൾ അയാൾക്ക് ഗിന്നസ് റെക്കോർഡുണ്ട്. അങ്ങനത്തെ ഒരു ടീമുണ്ട്, അതായത് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും ചുറ്റി കാണുന്ന ഒരു ടീമുണ്ട്. അതിൽ എനിക്കൊന്ന് 132-136 ആൾക്കാരാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 2 പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്തിട്ട് 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അങ്ങനെ അയാൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിന്ന് ഗൂഗിൾ ചെയ്ത് പേരും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അയാളൊരു ഓഥറും കൂടിയാണ്, അയാളൊരു സൈൻ ചെയ്ത ബുക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ലോട്ടറി ആണ് അന്ന് കിട്ടിയത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അയാൾ പിന്നെ ഉദയ്പൂരിലേക്ക് പോവാണ്, അവിടെ ഒരു കൊട്ടാരത്തിൽ താമസിക്കാൻ പോവാണ്, എന്നോട് വരുന്നോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഐ ആം ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്രെയിൻ വേണ്ട, നമുക്ക് ഫ്ലൈറ്റിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഒന്നും പേടിക്കണ്ട. അങ്ങനെ അയാൾ വിസ്താരയിലായിരുന്നു, ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുപോയി. 1,25,000 രൂപയാണ് പെർ നൈറ്റ് പാലസിലെ സ്റ്റേ. 2 nights സ്റ്റേ അയാൾ അവിടെ എടുത്തു. ഓ മൈ ഗോഡ്, എനിക്ക് ഒന്നും കഴിക്കാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല. കാരണം ഒരു കപ്പ് ഓഫ് കോഫിക്ക് അവർ ചാർജ് ചെയ്യുന്നത് 3,000 സംതിങ് ആണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു നമുക്ക് പുറത്തു പോയാൽ ഇത് പൈസക്ക് ഒരു മാസം സുഭിക്ഷമായി ഭക്ഷണം. അപ്പോൾ അയാൾ പറഞ്ഞു ഇതൊരു പ്രീമിയം ഹോട്ടലാണ്, ഐ നോ ദ റേറ്റ് ഇസ് ടു ഹൈ. അവരത് വെച്ചിരിക്കുന്നത് അത്തരം ആൾക്കാർ മാത്രം വന്നാൽ മതി എന്നുള്ളതുകൊണ്ട് അവർക്കും അറിയാം ഇതിൻ്റെ റേറ്റ് ഇത്ര ഇല്ല. കാരണം ഒരു കോഫിയും മിൽക്കും ഷുഗറുമാണ് അതിലുള്ളത്. അതിന് 4,000 രൂപേൻ്റെ ഒരു ആവശ്യമില്ല എന്ന് അവർക്കറിയാം. ബട്ട് ദേ ചാർജ് ഇറ്റ് ബിക്കോസ് ദേ വോണ്ട് ഇറ്റ് ടു ബി പ്രീമിയം. അപ്പോൾ എന്നോട് പറഞ്ഞ് ധൈര്യമായിട്ട് എനിക്ക് പക്ഷേ എന്നിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയി കഴിച്ചോളാം. ഒരു ഡിന്നറോ ഒരു ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കുമ്പോഴേക്കും 15,000-20,000 റുപ്യാണ് അവിടെ തീരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഈ ലോകത്ത് പക്ഷേ അയാൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ വിചാരിക്കും ഇത്ര പൈസക്കാരായ ആൾക്കാർ ആത്മീയപരമായിട്ട് ഭയങ്കര പിന്നിലായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അയാൾ ഭയങ്കര സ്പിരിച്വലാണ്. അയാൾ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് യോഗ ചെയ്തിട്ട് അയാൾ പറയാണ് എനർജി ലൈക്ക് യൂണിവേഴ്സിലുള്ള എല്ലാ എലമെൻസിനോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പരമമായ ആനന്ദത്തിലേക്ക് നമ്മൾ എത്താനുണ്ട്. അത് അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതൊക്കെ ആ സമയത്ത്.